നമസ്കാരം. നമ്മളപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ സെൻസെക്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ സെൻസെക്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം മന്ത്ലി ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പൊസിഷണൽ ഹാർമോണിക്സിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ബിയറിഷ് ഹാർമോണിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85,000 അടുത്താണ് വരുന്നത്. 948 950 റേഞ്ചിൽ നിന്ന് ഒരു റിവേഴ്സലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷണൽ ഹാർമോണിക്സിൻ്റെ സെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 513 233 ലെവലിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ പൊസിഷണൽ ഹാർമോണിക്സ് ആകുമ്പോൾ തന്നെ അത് പവർഫുൾ ആയിരിക്കാം. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 4,000 പോയിൻ്റെങ്കിലും നമുക്കൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കറക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് അതിൽ ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീക്കിലി ടൈം ബേസിലേക്ക് നമ്മൾ അനലൈസിങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിലിയിലും മാർക്കറ്റ് ബുള്ളിഷ് മോഡലിലേക്ക് തന്നെയാണ് പോകുന്നത്. പോരാത്തതിന് ന്യൂസിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴുക്കിനെതിരെ നീന്തുന്നത് ശരിയല്ല. അപ്പോൾ റിവേഴ്സലിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലോ വൺസ് അത് കൺഫേം ആവുന്നവരെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് അതെങ്ങനെ കൺഫർമേഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ ക്യാൻഡിൽ ഒരു റിവേഴ്സൽ സൈൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നാളെ ട്രംപ് ആയിരിക്കാം ട്രെൻഡിനെ നിയന്ത്രിക്കുന്നത് തോന്നുന്നു. കാരണം ന്യൂസുകളൊക്കെ ആ രീതിയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ന്യൂസ് ബേസ്ഡ് ട്രേഡർ അല്ല. ന്യൂസിൻ്റെ ബേസുള്ള ഒരു ട്രേഡും ഞാൻ എടുക്കാറില്ല. സാധാരണഗതിയിൽ മാർക്കറ്റ് കൂൾ ഓഫ് ആവുന്നത് വരെ, ആ ന്യൂസുകളുടെ ഇമ്പാക്റ്റ് കുറയുന്നത് വരെ നമ്മൾ ചാർട്ടുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം മാർക്കറ്റ് സ്റ്റെബിലൈസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രേഡിൽ ഇറങ്ങാം. ആ സമയത്ത് നമുക്കൊരു ബിയറിഷ് ട്രെൻഡിനുള്ള സാന്നിധ്യം കണ്ട ഞാൻ എന്ത് ചെയ്യും, താഴേക്കുള്ള ട്രേഡ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. മേലേക്കുള്ള ഒരു ട്രേഡിലും ഞാൻ കയറുകയില്ല. കാരണം എന്താണ്, മേലേക്കുള്ള ട്രേഡ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അവസരം വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം ഇവിടെ നിന്ന് ഒരു ബിയറിഷ് ട്രേഡിൻ്റെ, അതായത് ബിയറിഷ് ഹാർമോണിക്സിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 30 മിനിറ്റിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കതൊരു നല്ല സൈൻ തന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസുകളുടെ അടിസ്ഥാനത്തിലാണ് വിപണികളൊക്കെ തന്നെ ഒരു പോകുന്നത്. എല്ലാവരും പാനിക്കായിട്ട് ആ രീതിയിലുള്ള ഒരു ട്രേഡിലേക്ക് പോവാം. അപ്പോൾ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആയി ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടി, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ താഴേക്കുള്ള മൂവ് നോക്കുള്ളൂ. കാരണം എന്താണ്, എനിക്ക് റിസ്ക് ചെറുതും റിവാർഡ് വലുതുമായിട്ടുള്ള ട്രേഡുകളിലാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഇപ്പോഴൊന്നും ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നാളത്തെ എക്സ്പയറി കഴിഞ്ഞിട്ടാവാം, വെള്ളിയാഴ്ച ആഫ്റ്റർനൂണോട് ആവാം നമുക്ക് താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ഒരു സ്റ്റെബിലൈസിങ് മോഡിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് നവംബറിൻ്റെ സെക്കൻഡ് വീക്ക് വരെയുള്ള ടൈമിനുള്ളിലാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. താഴേക്ക് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാം എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റിൽ അടുത്ത സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് സെൻസെക്സിനെ സംബന്ധിച്ചിട്ട് ആലോചിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇങ്ങനെ മേലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്ന മാർക്കറ്റ് മേലേക്ക് പോയാൽ റിവേഴ്സ് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ റിവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ അതിൻ്റെ സൈൻ തരുന്നത് അപ്പോൾ മാത്രം നമ്മൾ അതിലിറങ്ങിയാൽ നമുക്കതിന് റിസൾട്ട് കൂടും. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് മേലേക്കുള്ള ട്രേഡ് എടുക്കാൻ വിസമ്മതിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ, നമ്മൾ പറയില്ലേ ന്യൂനമർദ്ദം ഉണ്ട് ബംഗാൾ ഉൾക്കടലിലുണ്ടെങ്കിൽ കടലിലെ ആൾക്കാർ പോകരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ബിയറിഷ് ഹാർമോണിക്സിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് അത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അടുത്ത അപ്സൈഡ് ട്രേഡിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിലെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഇൻട്രാഡേ ട്രേഡുകൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, താഴേക്കുള്ള പൊസിഷണൽ ട്രേഡിലാണ് നമ്മളെ ശ്രദ്ധ മുഴുവനും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ടുകളൊക്കെ വരച്ച് പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. ഇനി നാളെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രാഡേ ലെവൽസ് നമ്മൾ നാളേക്ക് പ്രിപ്പയർ ചെയ്യും. കാരണം ഏകദേശം എത്ര പോയിന്റോളം ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഏർലി മോർണിംഗിൽ തന്നെ നമ്മളെ വാട്സപ്പ് ചാനലിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം നോക്കാം, കണ്ടോ ഇവിടെയൊക്കെ മാർക്കറ്റ് ഏപ്രിൽ 7 ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് കൊടുത്തു. ഇവിടെ തന്നെ 650 പോയിന്റിൻ്റെ മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1000 പോയിന്റിന് മേലെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇങ്ങനെ നല്ല മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ടിട്ട് പല സ്റ്റോക്കുകളും ഇപ്പോഴും ലോസിൽ തന്നെയാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്ര പോയിന്റ് 10,000 പോയിന്റിന് മേലെ മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞിട്ടും ആ സ്റ്റോക്കുകളിലൊന്നും കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക.
കാരണം എന്താണ്, ഇനിയുള്ള ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ്, അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകൾ അനുകൂലമായിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇൻഡെക്സിൽ ഉള്ള സ്റ്റോക്കുകളും അതേപോലെ തന്നെ ഇൻഡെക്സിന്റെ നെക്സ്റ്റ് 50 സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള എന്താണ് റിവാർഡുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് സെൻസെക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സെൻസെക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പൊസിഷണൽ റിവേഴ്സൽ ഏരിയയിൽ നിന്ന് റിവേഴ്സലായ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഒരു 2000 to 3000 പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പേഷ്യൻസ് വേണം. അല്ലാതെ ഇന്ന് തന്നെ ഒരു ന്യൂസ് കിട്ടി എന്ന് വെച്ചിട്ട് നമ്മൾ ചാടി കയറിയല്ല ട്രേഡ് എടുക്കുന്നത്. നമ്മുടെ ലെവലുകളിൽ നമുക്ക് റിവേഴ്സൽ ക്യാൻഡിലിന്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമുക്ക് റിവേഴ്സൽ പോയിന്റുകൾ ഉണ്ടെങ്കിലും ആ ഏരിയയിൽ എന്താണ് ക്യാൻഡിൽസ് നമുക്ക് റെസ്പെക്ട് ചെയ്ത് നമുക്കൊരു സിഗ്നൽ തന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രേഡിലേക്ക് ഇറങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെവലുകളൊക്കെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലെവലുകൾ. ചാനൽ മറക്കാണ്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്